ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഈ മുട്ട വെച്ചിട്ട് ഒരു മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ മുട്ട ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 5 മുട്ട എടുത്ത് പുഴുങ്ങി നടുവെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാനൊരു 4 ചുമന്നുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് 2 ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ്, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാ, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കരിയാപ്പല ചെറുതാക്കി അരിഞ്ഞതാണ്. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഞാൻ ഒരു 1/2-1/4 സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ്, അത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഉള്ളിയും ഈ പൊടികളും എല്ലാം ഇട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഞെക്കി ഈ ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല നമുക്ക് തിരുമ്മിയെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ്, ചെറിയ കപ്പിന് 1 കപ്പ് മൈദാപ്പൊടി. ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് നമുക്ക് കുഴയ്ക്കാവേ. ഒന്നിച്ചിടല്ലേ, കുറേശ്ശെ ഇട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. ഈ ഉള്ളിയുടെ വെള്ളമുണ്ട്, അതിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോവല്ലേ. ഉള്ളിയുടെ വെള്ളം മതിയായില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിലേക്ക് കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളയൊക്കെ എടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം കയ്യിൽ. നമ്മൾ ഈ മുറിച്ച് വെച്ച മുട്ട നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ മുട്ട ആക്കിയെടുക്കാം. ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ ഇത് ഇടുവാണേ. ഈ തീ നമ്മൾ മീഡിയമിൽ വെക്കണേ, തീ അല്ലെങ്കിൽ നമ്മൾ ഇത് കരിഞ്ഞു പോകും. ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.